ഹലോ, ഇന്ന് ഞങ്ങൾ രാവിലെ പോകുന്നത് വർക്കലയിലേക്കാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഫസ്റ്റിലെ പോകുന്നത് ജഡായു എർത്ത് സെന്ററിലേക്കാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായി അറിയപ്പെടുന്നു. രാമായണത്തിലെ ജഡായു എന്ന പക്ഷിയുടെ കഥയെ ആധാരമാക്കിയാണ് കേട്ടോ ആ ഒരു ജഡായു എർത്ത് സെന്റർ അവർ നിർമ്മിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ജഡായു എർത്ത് സെന്റർ. നമുക്കിനി കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറാം. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഫസ്റ്റില് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് നടന്നു കയറാം. ഇല്ലെങ്കിൽ ഇവിടെ കേബിൾ കാറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറാം. അപ്പൊ ഫസ്റ്റില് നമ്മൾ എന്തായാലും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്ത് പോയിട്ടാണ് കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേബിൾ കാറിൽ പോകാനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് ഈ ഒരു കേബിൾ കാറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 555 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇപ്പൊ ഞങ്ങൾ കേബിൾ കാറിന്റെ ടിക്കറ്റും കൂടി എടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പൊ നമ്മളിവിടെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് അവർ കുറച്ച് പേരെയായിട്ടാണ് കേബിൾ കാറിൽ കയറാനായിട്ട് വിളിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണെ. അപ്പൊ നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ അവർ നമ്മുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു തരും. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ദേ ആ കാണുന്നതാണ് അതിന്റെ ടോപ്പ്. അപ്പൊ അങ്ങോട്ടേക്കാണ് കേട്ടോ ഈ ഒരു കേബിൾ കാർ പോകുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ഈ ഒരു കേബിൾ കാർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ താഴത്തെ ഒരു സ്റ്റെപ്പ് പണിതിട്ടുണ്ട്, അതുവഴിയാണെങ്കിലും മുകളിലേക്ക് കയറാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഏകദേശം 200 അടി നീളമാണ്, 150 അടി വീതിയും 70 അടി ഉയരവുമുള്ള ഒരു ഭീമൻ ജഡായു ശില്പമാണിത്. രാമായണ പ്രകാരം സീതയെ രാവണൻ അപഹരിച്ചപ്പോൾ രാവണനെ തടയാൻ ശ്രമിച്ച ജഡായു എന്ന പക്ഷി ഇവിടെ വീണുവെന്നാണ് വിശ്വാസം. അതിന്റെ സ്മരണയ്ക്കായാണ് ഈ ഒരു കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ 2-3 ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മിനറൽ വാട്ടർ ആണ് അവരവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കയറുമ്പോഴേക്കും വെള്ളമോ അല്ലെങ്കിൽ ഫുഡുകളോ സ്നാക്സോ അതൊന്നും കയറ്റിവിടത്തില്ല. ഈ ഒരു ശില്പി നിർമ്മിച്ചത് രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനും ഒരു ആർട്ടിസ്റ്റുമാണ്. ഇതിന്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 1000 ഫീറ്റ് മുകളിലുള്ള കുന്നിൻ മുകളിലാണ്. പിന്നെ ഈ ഒരു പദ്ധതി ഏകദേശം 65 ഏക്കർ വിസ്തീർണത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇത് നിർമ്മിക്കാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ കോൺക്രീറ്റും സ്റ്റീലും ആണ്. ആദ്യം മലമുകളിൽ അവർ സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടാക്കി, അതിനുശേഷം കോൺക്രീറ്റ് ലെയർ ഉപയോഗിച്ച് രൂപം നൽകി. 2008 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2018 അത് പൂർത്തിയായത്.
ഇതിന്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഇപ്പം ക്ലോസ്ഡ് ആണ്, കാരണം മെയിന്റനൻസ് വർക്ക് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് ആ കാണുന്നതാണ് സീതാദേവി ടെമ്പിള്. ഇനിയിപ്പോ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുവാണേ. നല്ല തിരക്കുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഫ്ലോറിലായിട്ട് കുറെ ഷോപ്പുകളുണ്ട്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ക്ലിഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഈ ഒരു റിസോർട്ട് വരുന്നത് സൗത്ത് ക്ലിഫിലാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു റിസോർട്ട് കാണാനായിട്ട്. നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നിന്നും ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് താഴത്തേക്ക് ഒരു വഴിയുണ്ട്. അപ്പൊ 7 മണി കഴിയുമ്പോൾ ഒരു വഴി അവർ ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനു മുന്നേ വരെ നമുക്ക് അതുവഴി പോകാം. അത് കഴിഞ്ഞാലും നമുക്ക് അപ്പുറത്തെ വഴിയായിരിക്കും ബീച്ചിലേക്ക് പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുവാണ്. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വഴിയാണ് കേട്ടോ അവർ ഇട്ടേക്കുന്നത്. ഈ ഒരു വഴി കൂടി നമ്മൾ താഴത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ഈ ഒരു വഴി രാത്രി 7 മണി വരെ ഓപ്പൺ ആയിരിക്കും. അത് കഴിയുമ്പോൾ അവരത് ക്ലോസ് ചെയ്യും. കാണുന്നതാണ് നോർത്ത് ക്ലിഫ്.
ഇതിന് ചുറ്റും വാപ്പയും മോളും കൂടി വെള്ളം നിറയ്ക്കുവാണേ. ഒരു വലിയൊരു തിര വരുന്നുണ്ട്. മിക്കവാറും ഇത് ഫുള്ള് ഇപ്പൊ തന്നെ പോകും. കണ്ട, ഒരു വലിയൊരു തിര വന്ന് അത് ഫുള്ള് പോയി. ഇപ്പൊ ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിസോർട്ടിലേക്ക് കയറാം. ഇനി ഞങ്ങൾ പോകുന്നത് നോർത്ത് ക്ലിഫിലേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നടന്നു പോകാം, പക്ഷെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റുകളുടെയും പുറത്തും അകത്തുമായിട്ട് ഇതേപോലെ ഫിഷ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അപ്പം തന്നെ ഗ്രില്ല് ചെയ്ത് തരും. ഈ ഒരു വർക്കല ക്ലിഫ് എന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലിഫുകളിൽ ഒന്നാണ്. ഈ ഒരു ക്ലിഫ് തന്നെ 2 ഭാഗങ്ങളുണ്ട്. നോർത്ത് ക്ലിഫും ഉണ്ട്, സൗത്ത് ക്ലിഫും ഉണ്ട്. ഞങ്ങളിപ്പോൾ റിസോർട്ട് എടുത്തിരുന്നത് സൗത്ത് ക്ലിഫിലാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു നോർത്ത് ക്ലിഫും. ഈ നോർത്ത് ക്ലിഫിലാണ് കൂടുതൽ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളത്. സൗത്ത് ക്ലിഫിൽ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ കുറവാണ്. അവിടെ കൂടുതലും റിസോർട്ടുകളാണുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ റിസോർട്ട് എടുത്തത് നോർത്ത് ക്ലിഫിലായിരുന്നു. ഞങ്ങളിപ്പം കയറുന്നത് ഡാർജിലിംഗ് കഫേയിലേക്കാണ്. ഈ ഡാർജിലിംഗ് കഫേ എന്ന് പറയുന്നത് വർക്കല ക്ലിഫിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ്. ഞാൻ കുറേ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് റിവ്യൂ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കഫേയിലേക്ക് തന്നെ വന്നത്. ഇവിടെ ഇതേപോലെ തന്നെ ഫിഷ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു ഫിഷ് സെലക്ട് ചെയ്തിട്ട് അവരുടേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കഫേയിൽ നമുക്ക് കുറേ ഡിഫറെന്റ് ടൈപ്സിലുള്ള കുറേ ഫുഡുകൾ കിട്ടും. അപ്പം നമുക്ക് കുറച്ചായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചെറിയ ചെറിയ ലൈറ്റൊക്കെ കാണുന്നത് ബോട്ടുകളാണ്. ഈ
ഒരു ഫിഷാണ് ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞിരുന്നത്. എനിക്ക് ഒരു ഫിഷിന്റെ പേരറിയില്ല നന്നായിട്ട്. എല്ലാ ഫുഡും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വേറെ ഫുള്ളായി. ബാക്കി ഞങ്ങൾ പാഴ്സലായിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ മോൾ ഉറങ്ങിപ്പോയി. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.